റേഡിയോ ആക്ടിവിറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അത് ലെസ് സ്റ്റേബിൾ ആണ്. അത് സെൽഫ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യും സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് വിത്തൗട്ട് എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഇറ്റ് ക്യാൻ ഡിസൻറ്റഗ്രേറ്റ്. അപ്പോൾ ഈ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു അല്ലേ. നമ്മൾ യുറാനിയം സോൾട്ടിൻ്റെ കേസിൽ അത് കണ്ടതാണ്. ബെക്കറിൻ്റെ എക്സ്പെരിമെൻ്റ് തന്നെ അതാണ്. യുറാനിയം സോൾട്ട് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ യുറാനിയം ശരിക്കും എന്ത് ചെയ്യുകയാണ്? ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അത് റേഡിയോ ആക്ടിവിറ്റി നടത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഈ റേഡിയേഷൻസിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളതാണ്. നേച്ചർ ഓഫ് റേഡിയേഷൻസ് എമിറ്റഡ് ഡ്യൂ ടു റേഡിയോ ആക്ടിവിറ്റി. അപ്പോൾ ഇത്തരത്തിൽ റേഡിയേഷൻസിനെ കുറിച്ച് പഠിച്ചപ്പോൾ ആരാ പഠിച്ചത്? റുദർഫോർഡും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കോവർക്കേഴ്സുമാണ് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് 3 തരമാണ്. 3 ഡിഫറെൻറ്റ് ടൈപ്സ്. ആൽഫ റേ, ബീറ്റ റേ, ഗാമ റേ. ഇങ്ങനെ 3 തരം റേസാണ് ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഓർക്കണം, ഒരു സബ്സ്റ്റൻസിൽ നിന്നും ഈ 3 എണ്ണവും ഒരുമിച്ച് വരണമെന്നില്ല. ചിലപ്പോൾ ആൽഫ റേയും ബീറ്റ റേയും വരാം, ചിലപ്പോൾ ബീറ്റ റേയും ഗാമ റേയും വരാം. എപ്പോഴും ഈ 3 എണ്ണവും എമിറ്റ് ചെയ്യപ്പെടണം എന്നില്ല. അതുകൂടി നിങ്ങളൊന്ന് ഓർത്തോണം. എപ്പോഴും എന്ത് ചെയ്യണമെന്നില്ല, ഈ 3 റേഡിയേഷനും ഒരു സബ്സ്റ്റൻസിൽ നിന്ന് വരണം എന്നില്ല. ചിലപ്പോൾ ആൽഫ റേ മാത്രമായിരിക്കാം, ചിലപ്പോൾ ബീറ്റ റേ മാത്രമായിരിക്കാം, ചിലപ്പോൾ ആൽഫയും ബീറ്റയും വരാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡോട്ടർ ന്യൂക്ലിയസ്. ഈ പാരന്റ് ന്യൂക്ലിയസ്, അതായത് ഏത് ന്യൂക്ലിയസ് ആണോ ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്, അത് ഏത് ന്യൂക്ലിയസ് ആയിട്ടാണോ മാറുന്നത്, അതനുസരിച്ചിട്ടാണ് ആരെയാണ് എമിറ്റ് ചെയ്യുന്നതെന്ന് വരുന്നത്. അത് നിങ്ങൾക്ക് ഇനി താഴോട്ട് വരുമ്പോൾ മനസ്സിലാവും. ഈ ആൽഫ റേ എന്താണ്, ബീറ്റ റേ എന്താണ്, ഗാമ റേ എന്താണെന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്കിത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ റേഡിയേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്ത എക്സ്പെരിമെൻറ്റ്. ഓക്കെ, എങ്ങനെയാണ് ഈ റേഡിയേഷനെ കുറിച്ച് അവർ സ്റ്റഡി ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സ്, ഉദാഹരണത്തിന് റേഡിയം ആണ് എടുത്തത്. അതൊരു ലെഡ് ബ്ലോക്കിനകത്ത്, സാധാരണ ഒരു ബ്ലോക്ക് എന്നൊക്കെ പറയുമ്പം എന്തായിരിക്കും, ഒരു സോളിഡ് ക്യൂബ് ആയിരിക്കും. അപ്പോൾ ഇതങ്ങനെയല്ല, നടുക്ക് ഹോളോ ആയിരിക്കും. അകത്ത് ഹോളോ ആയിട്ടുള്ള ഒരു ലെഡ് ബ്ലോക്ക്, അതാണ് ഹോൾ ഡ്രിൽഡ് ഇൻ എ ലെഡ് ബ്ലോക്ക്. അതിൻ്റെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഇതാണ് ലെഡ് ബ്ലോക്ക്. അതിനകത്ത് എന്താണ്, ഹോളുണ്ട്. ഈ ഹോളിലാണ് നമ്മൾ ആരെ വെക്കുന്നത്? ആ റേഡിയോ ആക്റ്റീവ് സോഴ്സിനെ, അതായത് റേഡിയത്തിനെ ഇവിടെയാണ് വെക്കുന്നത്. എന്തിനായി ഹോള്? ഈ റേഡിയേഷന് പുറത്തേക്ക് വരാനുള്ള സ്പേസ് ആണ്. കാരണം ലെഡ് എന്ത് ചെയ്യും? റേഡിയേഷനെ അബ്സോർബ് ചെയ്യും. ബ്ലോക്ക് റേഡിയേഷൻ, ലെഡ് ബ്ലോക്ക് റേഡിയേഷൻ. അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു ഹോള് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് വയ്ക്കുന്ന റേഡിയത്തിൽ നിന്നുള്ള റേഡിയേഷൻ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കംപ്ലീറ്റ് സെറ്റപ്പ് വെച്ചിരിക്കുന്നത് ഒരു ഇവാക്യുവേറ്റഡ് ചേമ്പറിനകത്താണ്. ഇവാക്യുവേറ്റഡ് ചേമ്പർ എന്ന് വെച്ചിട്ട് എന്താ? അതിനകത്ത് വാക്വമാണ്. ആ രീതിയിലുള്ള ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തൊരു ലെഡ് ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ആ ലെഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സോളിഡ് ബ്ലോക്ക് അല്ല, അതിൻ്റെ നടുക്കൊരു ഹോളുണ്ട്, പുറത്തേക്ക് ഒരു ഹോളുണ്ട്. ആ ഹോളിൽ ആരെ വെച്ചിരിക്കുകയാണ്? റേഡിയത്തിനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് വരുന്ന റേഡിയേഷൻ പുറത്തേക്ക് വരും. അപ്പോൾ ഈ വരുന്ന റേഡിയേഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിറ്റക്റ്റ് ചെയ്യണം. ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റുകളും വെച്ചിട്ടുണ്ട്. പല സൈഡിലും ഫോട്ടോഗ്രാഫിക് പ്ലേറ്റുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നേച്ചർ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കേസിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുമ്പോൾ ഇങ്ങനൊരു സിമ്പൽ കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താ? ദ വെക്റ്റർ ഡയറക്ഷൻ ഈസ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. പേപ്പറിൻ്റെ അകത്തേക്കാണ് ഇതിൻ്റെ ഡയറക്ഷൻ. ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ പേപ്പറിൻ്റെ പുറത്തേക്ക്, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് പേപ്പർ അല്ലേ. പേപ്പറിൻ്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. അകത്തേക്കാണോ പുറത്തേക്കാണോ എന്നാണ് ഏത് കാണിക്കുന്നത്? ഈ ക്രോസ് ആണെങ്കിൽ അകത്തേക്കും, ഡോട്ട് ആണെങ്കിൽ പുറത്തേക്കും എന്നാണ് മീനിങ്. അപ്പോൾ ഈ കേസിൽ ദാണ്ടെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് എത്തരത്തിലാണ് ഈ പുറത്തേക്ക് വരുന്ന റേഡിയേഷനെ അഫക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റാണിത്. അതേപോലെ ഈ കേസിൽ ഈ ഫിഗർ നോക്ക്, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. എങ്ങനെ മനസ്സിലാവും ഇലക്ട്രിക് ഫീൽഡാണെന്ന്? ഇവിടെ ഒരു ഇലക്ട്രോളിറ്റിക് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. നെഗറ്റീവ് ചാർജ് അക്യൂമുലേറ്റ് ചെയ്തിരിക്കുന്നു, ഇവിടെ പോസിറ്റീവ് ചാർജ് അക്യൂമുലേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എന്ത് കാണും? ഒരു ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡ് റേഡിയേഷൻ എത്തരത്തിൽ അഫക്റ്റ് ചെയ്യുന്നു എന്ന് ഈ എക്സ്പെരിമെൻറ്റ് വഴി നമുക്ക് സ്റ്റഡി ചെയ്യാം. അപ്പോൾ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് നമുക്കൊന്നും കൂടെയൊക്കെ ക്ലിയർ ആയിട്ട് നോക്കാം.
A small quantity of radioactive source radium was placed in a hole drilled in a lead block. ഇനി ലെഡ് ബ്ലോക്ക് തന്നെ എടുക്കാൻ കാരണം എന്താ? ലെഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ബ്ലോക്ക് റേഡിയേഷനെ പുറത്തേക്ക് കടത്തിവിടില്ല. അപ്പോൾ നമുക്ക് സ്റ്റഡി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് പുറത്തേക്ക് വരണം. റേഡിയേഷൻ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ റേഡിയേഷനെ പുറത്തേക്ക് കിട്ടിയാൽ മാത്രമല്ലേ നമുക്കതിനെ സ്റ്റഡി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുണ്ട്? അതിനകത്തൊരു ഹോളുണ്ട്. റേഡിയേഷൻ ഇമർജസ് ആസ് എ നാരോ ബീം ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. ഇനി ഈ റേഡിയേഷനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിനെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഉണ്ടായിരിക്കണം. നേരത്തെ തന്നെ നമ്മൾ യുറാനിയത്തിൻ്റെ കേസിൽ പറഞ്ഞതാണ് അല്ലേ? യുറാനിയത്തിൻ്റെ വരുന്ന റേസ് എന്തിനെ എഫക്റ്റ് ചെയ്തു? ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ എഫക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായ യുറാനിയത്തിൽ നിന്ന് വന്നത് ഫ്ലൂറസെൻസ് കൊണ്ടുവന്ന റേസ് അല്ല, യുറാനിയം എമിറ്റ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് ഡീകെ നടത്തുമ്പോൾ അതിൽ നിന്ന് വന്ന റേഡിയേഷനാണ് ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ അഫക്റ്റ് ചെയ്തതെന്നൊക്കെ നമ്മൾ അവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ പറഞ്ഞ കാര്യം എന്താണ്? ലെഡ് ബ്ലോക്കും ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ഇവാക്യുവേറ്റഡ് ചേംബറിനകത്താണ്. ഇവാക്യുവേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് വാക്വമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇതിലേക്ക് കൊടുക്കുന്നത്. നമ്മൾ രണ്ടാമത് കാണിച്ച ഫിഗർ അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടത് ഈ റേഡിയേഷൻ 3 ഗ്രൂപ്പുകളായിട്ട് തിരിയുന്നതായിട്ട് കണ്ടു. ഓക്കെ, ഇതിനകത്തുനിന്ന് വരുന്ന റേഡിയേഷൻ 3 ഗ്രൂപ്പുകളായിട്ട് തിരിയുന്നതായിട്ട് കണ്ടു. ഒന്നും കൂടെ ആലോചിക്കണം, എല്ലാ കേസിലും 3 റേഡിയേഷനും വരണം എന്നില്ല. നെഗറ്റീവ് ചാർജിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്ത പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കും ആൽഫ റേസ്. അപ്പോൾ നെഗറ്റീവ് ചാർജിലേക്ക് അത് അട്രാക്റ്റഡ് ആയി, അപ്പോൾ അതിൻ്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി പോസിറ്റീവ് ചാർജിന് നേരെ നമ്മൾ ആ പ്ലേറ്റ്സ് കാണിച്ചില്ലേ? ആ പ്ലേറ്റിൻ്റെ ചാർജാണേ കാണിക്കുന്നത് ഇവിടെ നെഗറ്റീവ് ചാർജ്. ഞാനിതൊന്ന് ക്ലിയർ ആക്കി കാണിക്കാം. ഈ നെഗറ്റീവ് ചാർജിലേക്ക് അബ്സോർവ് ചെയ്യപ്പെട്ട പാർട്ടിക്കിൾസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, അത് ആൽഫ പാർട്ടിക്കിൾസ്. പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ട പാർട്ടിക്കിൾസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, അത് ബീറ്റ പാർട്ടിക്കിൾസ്. ഈ റേസിന് എന്ത് ചെയ്യുന്നില്ല? ഇലക്ട്രിക് ഫീൽഡ് അഫക്റ്റ് ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ ഇറ്റ് മസ്റ്റ് ബി ന്യൂട്രൽ. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്കതിൻ്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ചാർജ്ഡ് ആണോ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫ്ലക്ഷനിൽ നിന്നും ഇത് ചാർജ്ഡ് ആണോ, ന്യൂട്രൽ ആണോ, പോസിറ്റീവ് ചാർജ് ആണോ, നെഗറ്റീവ് ചാർജ് ആണോ, ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പോൾ പോസിറ്റീവ് ചാർജിലേക്ക് പോയത് ബീറ്റ റേസ് ആണ്. ദേ മസ്റ്റ് ബി നെഗറ്റീവ്ലി ചാർജ്ഡ്. അൺഅഫക്റ്റഡ് പാർട്ടിക്കിൾസ് ന്യൂട്രൽ ആണ്, അവയെ വിളിച്ചു ഗാമ റേസ്. ഇതേപോലെ തന്നെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് നോക്കി, അപ്പോഴും ഇതേ രീതിയിലുള്ള ഒരു സ്പ്ലിറ്റിംഗ് നമ്മൾ ഒബ്സർവ് ചെയ്തു. അപ്പോൾ നമുക്ക് അറിയാം, മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിനകത്ത് ഒരു ഫോഴ്സ് ഉണ്ടാകും അല്ലേ? അതിനെയാണ് ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിനകത്തൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളിങ്ങനെ ഇതിനകത്ത് ഈ ഇവാക്യുവേറ്റഡ് ചേംബറിലെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇവിടെ വരുന്ന പാർട്ടിക്കിൾസിന് അല്ലേ വെലോസിറ്റി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ളത് ഇത്തരത്തിലും നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ളത് ഇങ്ങനെയും ഡിഫ്ലക്റ്റ് ചെയ്യും. അൺചാർജ്ഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ന്യൂട്രൽ പാർട്ടിക്കിൾസിന് മാഗ്നറ്റിക് ഫീൽഡ് അഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് അത് അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പോകുന്നത്. ഗാമ റേസ്. ഇത്തരത്തിൽ നമുക്ക് അതിൻ്റെ ചാർജിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നിന്നും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, എത്രത്തോളം ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, അത് എങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു, എത്രത്തോളം ഡിഫ്ലക്ഷൻ വരുന്നു, ഈ രീതിയിലുള്ള സ്റ്റഡി, അതിൻ്റെ വെലോസിറ്റി എത്ര, അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണുമുള്ള ഒരു ഹീലിയം ന്യൂക്ലിയസിന് സമാനമാണ്. ഇറ്റ് ഈസ് ഇക്വലൻ്റ്, ആൽഫ പാർട്ടിക്കിൾ ഇസ് ഇക്വലൻ്റ് ടു എ ഹീലിയം ന്യൂക്ലിയസ്. ഹീലിയം ന്യൂക്ലിയസിനകത്ത് 2 പ്രോട്ടോണും 2 ന്യൂട്രോണുകളാണ് ഉള്ളത്. ഇനി ബീറ്റ റേ എന്ന് പറയുന്നത് ഇലക്ട്രോണുകളാണ്. ഇലക്ട്രോണിൻ്റെ ഒരു ഫ്ലോയാണ് എന്ത്? ബീറ്റ റേ. ഇനി ഗാമ റേ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ്. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം പഠിക്കില്ലേ? വിസിബിൾ, അൾട്രാ വയലറ്റ്, ഇപ്പുറത്ത് IR, മൈക്രോവേവ് എന്നൊക്കെ പഠിക്കില്ലേ? അതിൽ ഈ ഭാഗത്തേക്ക് വരുന്ന ഒരു റേഡിയേഷനാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ് ഗാമ റേ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഈ റേഡിയേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി. ഗാമ റേ ഈസ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് വെരി ഹൈ പെനിട്രേറ്റിംഗ് പവർ. വളരെയധികം എനർജി കൂടിയ, വളരെയധികം ഫ്രീക്വൻസി കൂടിയ ഒരു റേഡിയേഷനാണ് ഗാമ റേ. ഇനി ഓരോ റേസിനെ കുറിച്ചും പഠിക്കണം.
ഓക്കെ, ഓരോ റേഡിയേഷനെയും ആൽഫ റേയെക്കുറിച്ചും ബീറ്റ റേയെക്കുറിച്ചും ഗാമ റേനെക്കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് പ്രോപ്പർട്ടീസ് ഓഫ് റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻസ്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. 2 മാർക്ക് സെക്ഷനും 4 മാർക്ക് സെക്ഷനും ഒക്കെ ചോദിക്കാൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ റേസ്, അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആൽഫ ആൻഡ് ഗാമ റേ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇത് വളരെ പ്രധാനപ്പെട്ട പോർഷനാണ്, നല്ല രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ആരാണ്? ആൽഫ റേ ആണ്. ആൽഫ റേനെ കുറിച്ച് ഒന്നുകൂടെയൊക്കെ പറയാം. പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ആണുള്ളത്. ഹീലിയം ന്യൂക്ലിയസിന് ഇക്വലൻ്റ് ആണ്. പിന്നെ നമ്മൾ കണ്ട ഒരു കാര്യം, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ആൽഫ റേസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? അതിന് ചാർജ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും അത് ഡിഫ്ലക്റ്റ് ചെയ്യും. പിന്നെ അടുത്ത പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ വെലോസിറ്റി വളരെ വലിയൊരു വെലോസിറ്റിയാണ്. ഏകദേശം ലൈറ്റിൻ്റെ വെലോസിറ്റിയുടെ 1/10 എല്ലാം വരും. ഓക്കെ, 1/10 വെലോസിറ്റി ഓഫ് ലൈറ്റിന് അതിനേക്കാളും കുറവായിരിക്കും. എന്നാലും വെലോസിറ്റി നിങ്ങൾക്കറിയാം, സി എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് അല്ലേ. അതിൻ്റെ 1/10 എന്ന് പറയുന്നത് 10⁷ റേഞ്ചിൽ, കണ്ടോ ഈ റേഞ്ചിൽ കിടക്കും. ഇത് 7 ആണേ. അപ്പോൾ ഈ റേഞ്ചിൽ വെലോസിറ്റി വരുന്ന പാർട്ടിക്കിൾസാണ് ആര്? ആൽഫ പാർട്ടിക്കിൾസ്. അത്രത്തോളം വെലോസിറ്റി ഉണ്ട്. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ്, ദ ആൽഫ പാർട്ടിക്കിൾ ക്യാൻ അയണൈസ് ദ ഗ്യാസ് ത്രൂ വിച്ച് ദേ പാസ്. അയണൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്? അയണൈസേഷൻ, ഒരു അയോണായിട്ട് മാറുന്നു അല്ലേ. ഒരു ഇലക്ട്രോണിനെ അതിൽ നിന്ന് നോക്ക് ഔട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ആറ്റം ഇങ്ങനെ ഇരിക്കുകയാണ്, ഇതിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, കുറേ ഇലക്ട്രോണുകളുണ്ട്. ഈ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ നമുക്കറിയാം വാലൻസ് ഇലക്ട്രോൺ ആണ്, അത് ലെസ് ബൗണ്ട് ആയിരിക്കും. അപ്പോൾ ഈ വരുന്ന റേഡിയേഷൻ ഈ ഇലക്ട്രോണിനെ ഇതിൽ നിന്നും നോക്ക് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ ന്യൂട്രൽ സ്റ്റേജ് പോയിട്ട് അതെന്തായിട്ട് മാറുന്നു? ഇറ്റ് ബിക്കംസ് എ പോസിറ്റീവ് അയോൺ അല്ലേ. പോസിറ്റീവ് അയോണായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? അയോണൈസേഷൻ എന്ന് പറയുന്നത്. അയോണാക്കി മാറ്റുക. അപ്പോൾ ഇങ്ങനെ വരുന്ന റേഡിയേഷന് ഇലക്ട്രോണിനെ നോക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ഹാവ് എനർജി അല്ലേ. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു അതിനൊരു മാസ് ഉണ്ട്. ഇറ്റ് ഈസ് എ ഹീലിയം ന്യൂക്ലിയർ. അതുപോലെ തന്നെ അതിനെന്തുണ്ട്? ഇറ്റ് ഈസ് മൂവിങ് വിത്ത് വെരി ഹൈ വെലോസിറ്റി. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതിന് എനർജി കൂടുതലാണ്. ഇറ്റ് ക്യാൻ നോക്ക് ഔട്ട് ദ ഇലക്ട്രോൺ. അപ്പോൾ അയണൈസേഷൻ പവർ കൂടുതലാണ്. അപ്പോൾ വെറുതെ വെലോസിറ്റി മാത്രം പോരാ, അതിനൊരു മാസും കൂടെ ഉണ്ടെങ്കിലല്ലേ ഇമ്പാക്റ്റ് കൂട്ടാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അയണൈസിങ് പവർ ഈസ് വെരി ഹൈ കമ്പയർഡ് ടു ബീറ്റ റേസ്. ബീറ്റ എന്ന് പറയുന്നത് ഇലക്ട്രോണുകളാണ്. ആൽഫ എന്ന് പറയുമ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട് അല്ലേ. ഹീലിയം ന്യൂക്ലിയയാണ്. അപ്പോൾ കുറച്ചും കൂടെ വലിയ ബീറ്റ പാർട്ടിക്കിളിനേക്കാളും കുറച്ചുകൂടെ വലിയ പാർട്ടിക്കിളാണ് ആര്? ആൽഫ പാർട്ടിക്കിൾസ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾസിന് കൂടുതൽ അയണൈസിങ് പവറുണ്ട്. ഇലക്ട്രോണിനെ നോക്ക് ഔട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതായത് കുറച്ചും കൂടെ വലുതായിട്ടുള്ള ആർക്കാണ്? മാസ് കൂടുമ്പോഴല്ലേ കുറച്ചും കൂടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അയണൈസിങ് പവർ ഈസ് വെരി ഹൈ ഫോർ ആൽഫ പാർട്ടിക്കിൾ കമ്പയർഡ് ടു ബീറ്റ പാർട്ടിക്കിൾ. ഇനി അടുത്തതെന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിൾ ക്യാൻ പെനട്രേറ്റ് ഇൻ ടു മാറ്റർ. മാറ്ററിനകത്തേക്ക് തുളഞ്ഞ് കയറിപ്പോകാൻ പറ്റും. കാരണം ഇത് ആൽഫ പാർട്ടിക്കിൾ വളരെ ചെറിയ ഒരു പാർട്ടിക്കിളാണ് അല്ലേ. ഹീലിയം ന്യൂക്ലിയർ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു സാധനമാണ്. അതേപോലെ വെരി ഹൈ വെലോസിറ്റിയിൽ വരെയാണ് ഇതിനകത്തേക്ക് ഇരിക്കുന്ന എന്ത് ഒബ്സ്റ്റക്കിളാണോ ഫ്രണ്ടിലുള്ളത് അതിലേക്ക് തുളഞ്ഞു കയറാൻ പറ്റും. ക്യാൻ പെനിട്രേറ്റ് ഇൻ ടു മാറ്റർ. അത്തരം ഒരു പാർട്ടിക്കിളാണ് ആൽഫ പാർട്ടിക്കിൾ. പക്ഷേ ഇത് കുറച്ച് ബീറ്റ പാർട്ടിക്കിളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് മാസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ ചെറിയ പാർട്ടിക്കിളായ ബീറ്റ റേസിനായിരിക്കും തുളഞ്ഞ് കയറിപ്പോകാനുള്ള എബിലിറ്റി കൂടുതൽ. അപ്പം പെനിട്രേറ്റിംഗ് പവർ ആർക്കായിരിക്കും കൂടുതൽ? ബീറ്റ റേസിനായിരിക്കും അല്ലേ. ചെറിയ പാർട്ടിക്കിളായിരിക്കും കൂടുതൽ പെനിട്രേറ്റ് ചെയ്യുന്നത്. അപ്പം പെനിട്രേറ്റിംഗ് പവർ കൂടുതൽ ബീറ്റ റേസിനും അയണൈസിങ് പവർ കൂടുതൽ ആൽഫ പാർട്ടിക്കിളും. ഓക്കെ, പെനിട്രേറ്റിംഗ് പവർ ഈസ് ലോ കമ്പയർഡ് ടു ബീറ്റ റേസ്. ബീറ്റ റേസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പെനിട്രേറ്റിംഗ് പവർ കുറവാണ്, എന്നാലും പെനിട്രേറ്റിംഗ് പവർ ഉണ്ട്. ദേ ക്യാൻ പാസ് ത്രൂ 0.1 millimeter തിക്ക് ഷീറ്റ് ഓഫ് അലൂമിനിയം. അപ്പോൾ ഒരു അലൂമിനിയം ഷീറ്റ്, ഒരു 0.1 mm തിക്കുള്ള ഒരു അലൂമിനിയം ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതുവഴി ആൽഫ പാർട്ടിക്കിൾസിന് കടന്ന് അപ്പുറത്തേക്ക് എത്താനായിട്ട് സാധിക്കും. ഇതിലും തിക്നെസ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? നടുക്ക് വന്ന് നിന്നു പോകും. ഇത്രയും ദൂരം വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൽഫ പാർട്ടിക്കിളിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പാസ് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അടുത്ത പ്രോപ്പർട്ടിയാണ്
ദേ ക്യാൻ അഫക്റ്റ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ് അല്ലേ. അത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം അതിൽ നിന്നാണ് ഈ റേഡിയേഷൻ്റെ സ്റ്റഡി വന്നത് തന്നെ അല്ലേ. യുറാനിയത്തിൽ നിന്ന് വരുന്ന റേഡിയേഷന് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിൽ നിന്നാണ് നമ്മളിത് തുടങ്ങിയത് തന്നെ. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ആൽഫ പാർട്ടിക്കിൾ ക്യാൻ പ്രൊഡ്യൂസ് ഫ്ലൂറസെൻസ് ആൻഡ് ഫോസ്ഫറസെൻസ്. ഫ്ലൂറസെൻസും ഫോസ്ഫറസെൻസും എല്ലാം എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിൾ ക്യാൻ പ്രൊഡ്യൂസ് ഹീറ്റ് വെൻ ഇറ്റ് ഈസ് സ്റ്റോപ്ഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വളരെ ഹൈ വെലോസിറ്റിയിൽ വരുന്നൊരു പാർട്ടിക്കിളാണ് ഈ ആൽഫ പാർട്ടിക്കിൾ. അതിനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ എന്ത്, ആ എനർജി അത്രയും അല്ലേ, ഇത് ഹൈ കൈനറ്റിക് എനർജി ഉള്ള സാധനമാണ്, 12 mv² ആണ്, വെലോസിറ്റി അത്രയും കൂടുതലാണ്. അത്രയും കൈനറ്റിക് എനർജി ഉള്ള ഒരു സാധനത്തിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഈ എനർജി എങ്ങോട്ടെങ്കിലും നഷ്ടപ്പെടണ്ടേ. ആ എനർജി എന്തായിട്ട് മാറും, ഹീറ്റ് എനർജി ആയിട്ട് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നമ്മുടെ സെൽസിലൊക്കെ ഇത് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ സെൽസ് എല്ലാം എന്ത് ചെയ്തു പോകുന്നത്, ഡിസ്ട്രോയിഡ് ആയിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് റേഡിയേഷൻ നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് നല്ലതല്ല അല്ലേ. ഇറ്റ് ക്യാൻ നമുക്ക് അത് അയണൈസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിയിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അത് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്തോന്ന് റേഡിയേഷൻ ഹാംഫുൾ ആണ് എന്ന രീതിയിൽ പറയുന്നത്. ഇറ്റ് ക്യാൻ കോസ് ദ ആൽഫ റേ ക്യാൻ കോസ് ഇൻക്വയറബിൾ ബേൺസ് ഓൺ ഹ്യൂമൻ ബോഡി. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഇൻക്വയറബിൾ, ക്യൂർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബേൺസ് ഉണ്ടാക്കും. കാരണം സെൽസിനെ അങ്ങ് കരിച്ചു കളയും. അപ്പോൾ അത് ഇൻക്വയറബിൾ ആണ്. വെൻ ആൽഫ പാർട്ടിക്കിൾസ് ട്രാവൽ ത്രൂ എയർ ദേ ആർ സ്റ്റോപ്ഡ് ആഫ്റ്റർ പാസിങ് ത്രൂ എ സർട്ടൻ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ കുറേ ഇപ്പോൾ പഠിച്ചു വന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി കാണും, അറ്റ്മോസ്ഫിയറിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെയും പല രീതിയിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടല്ലേ അറ്റ്മോസ്ഫിയറിൽ. അപ്പം എന്ത് ചെയ്യും, ഈ ആൽഫ പാർട്ടിക്കിൾ സ്ലോ ഡൗൺ ചെയ്ത് വരും. അപ്പോൾ ഒരു പ്രത്യേക അകലം വരെ മാത്രം ഈ ആൽഫ പാർട്ടിക്കിൾസിന് അറ്റ്മോസ്ഫിയർ വഴി ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് റേഞ്ച്. ദ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ആൽഫ പാർട്ടിക്കിൾസ് മൂവ് ത്രൂ എയർ അറ്റ് STP കണ്ടീഷൻസ് പറയണം. കാരണം ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ പ്രഷറിലാണ് ഇത്ര ദൂരം സഞ്ചരിക്കുന്നത്. STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. ആ കണ്ടീഷനിൽ എയർ വഴി ആൽഫ പാർട്ടിക്കിൾസിന് എത്ര അകലം സഞ്ചരിക്കാൻ പറ്റും ബിഫോർ ബീങ് സ്റ്റോപ്പ് ഈസ് കോൾഡ് ദ റേഞ്ച് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ. അതിനെയാണ് ആൽഫ പാർട്ടിക്കിളിൻ്റെ റേഞ്ച് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൽഫ പാർട്ടിക്കിൾസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് എന്താണ് ആൽഫ പാർട്ടിക്കിൾ. അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. പിന്നെ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്. പിന്നെ ഓർക്കേണ്ടത് എന്താണ്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അതിൽ. അപ്പോൾ പോസിറ്റീവ് ചാർജും ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിന് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അഫക്റ്റ് ചെയ്യും. പിന്നെ വെരി ഹൈ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു. അടുത്തത് പെനട്രേറ്റിംഗ് പവർ എങ്ങനെ, അയണൈസിങ് പവർ എങ്ങനെ. പിന്നെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ഹീറ്റ് ഇജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഹീറ്റ് എമിറ്റ് ചെയ്യുന്നു. അപ്പം എന്ത് ചെയ്യും, അത് ഹ്യൂമൻ ബോഡിയെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നു. ഈ രീതിയിലുള്ള പോയിൻറ്റ്സുകളെല്ലാം ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഇനി പറയുന്ന ബീറ്റ റേസും ഇതേപോലെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും പറയാം. ബീറ്റ റേസിലുള്ളതാരാണ്, ഇലക്ട്രോണുകളാണ്. ഇതും വളരെ ഹൈ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യും. ഇനി ഇലക്ട്രോണുകളാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് എടുത്തു പറയുന്നത് ഇറ്റ് ഈസ് എമിറ്റഡ് ഫ്രം ദ ന്യൂക്ലിയസ്. ഈ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യുന്നത് ആറ്റത്തിൻ്റെ ഓർബിറ്റുകളിൽ നിന്നല്ല, ന്യൂക്ലിയസിനകത്ത് നിന്നാണ്. അപ്പോൾ ചോദിക്കും ഇലക്ട്രോൺ ന്യൂക്ലിയസിനകത്തുണ്ടോ എന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ന്യൂട്രോൺ എന്തായിട്ട് മാറുന്നു, ഒരു പ്രോട്ടോണും ഇലക്ട്രോണും. ഇത് കംപ്ലീറ്റ് അല്ല, ഒരു ന്യൂട്രിനോയും കൂടെ ഉണ്ട്, അതുകൂടെയൊക്കെ ആലോചിക്കണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുകയാണ്. ന്യൂക്ലിയസിനകത്തുള്ള ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഇലക്ട്രോണിനെയാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് കളയുന്നത് ആസ് ബീറ്റ റേ. അതാണ് എടുത്തു പറയുന്നത്. ഇലക്ട്രോൺ ആയതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഇറ്റ് ഈസ് എമിറ്റഡ് ഫ്രം ദ ന്യൂക്ലിയസ് നോട്ട് ഫ്രം ദ ഓർബിറ്റ്. അപ്പോൾ അത് ഓർക്കുക, റേഡിയോ ആക്റ്റീവ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിൾസ് ഡിഫറൻറ്റ് വെലോസിറ്റിയിലാണ് പുറത്തേക്ക് വരിക. അപ്പോൾ ഈ ബീറ്റ റേയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 മുതൽ 99% ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് വരെ വരാം. ഈ ഒരു റേഞ്ചിൽ വെലോസിറ്റി വരാം. കണ്ടോ, ഇത് 0 വെലോസിറ്റി ഒന്നുമില്ല. ഇതെന്ന് പറയുന്നത് 99% ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു വെലോസിറ്റിയാണ്. ആ റേഞ്ചിൽ വെലോസിറ്റി വരാം, അത്രയും റേഞ്ചിൽ വെലോസിറ്റി വരാം ഈ ബീറ്റ
പാർട്ടിക്കിളിന്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഇനി ഇതിന് ചാർജ് ഉണ്ട്, നമ്മൾ പറഞ്ഞു ഇലക്ട്രോണുകളാണ്, നെഗറ്റീവ് ചാർജാണ്. സോ ഇറ്റ് ഈസ് ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ അയണൈസ് ഗ്യാസ്, പക്ഷേ അയണൈസിങ് പവർ ആൽഫ റേയിനേക്കാളും കുറവാണ്. ഇറ്റ് ക്യാൻ പെനിട്രേറ്റ് ത്രൂ മാറ്റർ, പെനിട്രേറ്റിംഗ് പവർ ആൽഫ പാർട്ടിക്കിളിനേക്കാളും കൂടുതലാണ്. ഇറ്റ് ക്യാൻ പാസ് ത്രൂ 1 millimeter. നേരത്തെ പറഞ്ഞത് 0.1 millimeter ആണ്. ഏതിൻ്റെ കേസിൽ? ആൽഫ പാർട്ടിക്കിളിൽ. ബീറ്റ പാർട്ടിക്കിൾ 1 millimeter തിക്ക് ഷീറ്റ് ഓഫ് അലൂമിനിയത്തിനെ കടന്നു വരാനായിട്ട് പറ്റും. അപ്പോൾ പെനിട്രേറ്റിംഗ് പവർ കൂടുതലാണ് ആൽഫ പാർട്ടിക്കിളിനേക്കാളും. പിന്നെ ഇറ്റ് ക്യാൻ അഫക്റ്റ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്, പറഞ്ഞ കാര്യം. ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഫ്ലൂറസെൻസ് ആൻഡ് ഫോസ്ഫറസെൻസ്. അപ്പോൾ ഇതാണ് ബീറ്റ പാർട്ടിക്കിൾസിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി ഗാമ റേസിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഗാമ റേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് വെരി ഷോർട്ട് വേവ് ലെങ്ത് ഓർ വെരി ഹൈ ഫ്രീക്വൻസി വളരെ കൂടിയ അല്ലെങ്കിൽ എനർജി വളരെ കൂടിയ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ് ഗാമ റേസ്. അത് ന്യൂട്രൽ ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഫീൽഡ്. പിന്നെ പറഞ്ഞു ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ്. അപ്പോൾ വെലോസിറ്റി എത്ര? ലൈറ്റിൻ്റെ വെലോസിറ്റി അല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ എല്ലാം വെലോസിറ്റി എന്ത് തന്നെയാണ്? ലൈറ്റിൻ്റെ വെലോസിറ്റി തന്നെയാണ്. പിന്നെ ഇറ്റ് ഹാസ് വെരി ഹൈ പെനിട്രേറ്റിംഗ് പവർ. ഗാമ റേസിന് ഒരുപാട് പെനിട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഗാമ റേസിന് ഗ്യാസിനെ അയണൈസ് ചെയ്യാൻ പറ്റും. ഇത്രയും ഇനർജറ്റിക് ആയിട്ടുള്ള റേസ് അല്ലേ. ഈ റേസ് വന്ന് ആറ്റത്തിൻ്റെ ഷെൽസിൽ വീണ് കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യിച്ചിട്ട് ആ ആറ്റത്തിനെ അയോണാക്കി മാറ്റാൻ പറ്റും. കാരണം ഇത് ഹൈ ഇനർജറ്റിക് റേസ് ആയതുകൊണ്ടാണ്. സോ ഇറ്റ് ക്യാൻ അയോണൈസ് ഗ്യാസ്, ബട്ട് അയണൈസിങ് പവർ ഈസ് വെരി ലോ കമ്പയർഡ് ടു ആൽഫ റേസ്. ആൽഫ റേസിനെ അപേക്ഷിച്ചിട്ട് അയണൈസിങ് പവർ കുറവാണ്. പിന്നെ ഗാമ റേസ് ക്യാൻ അഫക്റ്റ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിന് നമുക്കറിയാമല്ലോ, ലൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ലൈറ്റ് പോലെ തന്നെയാണ് ഗാമ റേ. ഫ്രീക്വൻസി കൂടുതലാണ്, വേറൊരു റേഞ്ചിൽ വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ്. സോ ഇറ്റ് ക്യാൻ അഫക്റ്റ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. പിന്നെ ഗാമ റേസ് പ്രൊഡ്യൂസ് ഫ്ലൂറസെൻസ് ആൻഡ് ഫോസ്ഫറസെൻസ്. പിന്നെ ഇതിൽ വ്യത്യാസമായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഗീവ് റൈസ് ടു ഫിനോമിനൻ ഓഫ് പെയർ പ്രൊഡക്ഷൻ. പെയർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഗാമ റേ ഫോട്ടോണിൽ നിന്നും ഒരു പോസിട്രോണും ഒരു ഇലക്ട്രോണും ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് പെയർ പ്രൊഡക്ഷൻ. ഈ പോസിട്രോൺ, അതായത് ഇലക്ട്രോണിന് സിമിലർ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ എക്സെപ്റ്റ് ഇറ്റ് ചാർജ്, അതിൻ്റെ ചാർജ് പോസിറ്റീവാണ്, മാസും പിന്നെ അതിൻ്റെ ബാക്കി സൈസും എല്ലാം ഇലക്ട്രോണിനെ പോലെ, പക്ഷേ ചാർജ് മാത്രം എന്താണ്? പോസിറ്റീവാണ്. ഇത് രണ്ടിനെയും പറയുന്ന പേരാണ് പെയർ. ഇതൊരു ആൻറ്റി പാർട്ടിക്കിൾ ആണ്. ദിസ് ഈസ് ദ പാർട്ടിക്കിൾ ആൻഡ് ദിസ് ഈസ് ദ ആൻറ്റി പാർട്ടിക്കിൾ. അതിനെയാണ് പെയർ എന്ന് പറയുന്നത്. ഈ പെയർ ഫോം ചെയ്യുന്നു ഫ്രം എ ഗാമ റേ ഫോട്ടോൺ. ഈ പ്രോസസ്സും നടത്തുന്നുണ്ട് ആര്? ഗാമ റേ. ഇതാണ് ഗാമ റേയിൽ വരുന്ന ഒരു അഡീഷണൽ പോയിന്റ്. ഗാമ റേ ക്യാൻ പ്രൊഡ്യൂസ് എ പെയർ. പെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇലക്ട്രോൺ, ഇത് ഇലക്ട്രോൺ, ഇത് പോസിട്രോൺ, ഇലക്ട്രോൺ പോസിട്രോൺ പെയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആ റേഡിയേഷൻ്റെ പ്രോപ്പർട്ടീസിൽ പഠിക്കാനുള്ളത്.